ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദവും കഥയിന് മുമ്പേ പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ. ഭദ്രൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ഒന്നും ചെയ്യുകയല്ല, ആരാണേലും പുറത്തോട്ട് വാ എന്നൊക്കെ ഭയങ്കര നയപരമായിട്ട് പറഞ്ഞു നോക്കുവാണ് കേട്ടോ. അവസാനം ഗീത പറയുമോ, എല്ലാം കൂടെ കുത്തിപ്പൊളിക്കുന്നതിന് മുമ്പ് പോയി തുറക്കാം എന്ന് പറഞ്ഞ് പയ്യെ വാതിൽ തുറക്കുവാണ് കേട്ടോ. വാതിൽ തുറക്കുന്നതേ ഭദ്രൻ ഗീതുവിനെയാണ് ആദ്യം കാണുന്നത്. അപ്പം തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ. മോളോ എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് കൂടെ വന്നവരടിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഭദ്രൻ വാതിലിങ്ങനെ തടഞ്ഞു പിടിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ഒരു സൈഡിൽ നിന്ന് വരുവാണ്. അപ്പോഴത്തേക്കും ഭദ്രൻ പറയുകയാണ്, ഇതെൻ്റെ മോളാ എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, കൂടെ ഒരു ചെറുക്കനുണ്ടല്ലോ, അതേതാന്ന് ചോദിക്കുമ്പോൾ മരുമോനാ, നിങ്ങൾ പൊക്കോ, അവർ വിരുന്നിന് വന്നതായിരിക്കും, താക്കോൽ അടിയിലിരിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തുറന്ന് കയറിയതാണെന്നാണ് തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നാട്ടുകാരെയൊക്കെ പറഞ്ഞു വിടുവാണ്. നാട്ടുകാർ പോയി കഴിയുമ്പോഴേക്കും ഭദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ വീട് തുറന്നകത്ത് കയറിയത്, അതല്ല ഈ കാർ ആരുടെയാ, ഒരു പരിചയമില്ലാത്ത കാറാണല്ലോ എന്ന് പറയുവാണ്. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇതെനിക്ക് കണ്ണേട്ടൻ ഗിഫ്റ്റ് തന്ന കാറാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭദ്രൻ പറയുന്നുണ്ട്, ഞാനോർത്ത് കൊള്ളസംഘം ഇപ്പോൾ വണ്ടിക്കൊക്കെ വന്ന് വീട് തുറന്നാൽ കയറുന്നേ, അതുകൊണ്ടാണ് എല്ലാം കൂടി ചവിട്ടി പൊളിക്കാൻ തുടങ്ങിയെന്ന് പറയുവാണ്. എന്നിട്ട് നിങ്ങളെന്തിനാണ് ഇവിടെ വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, അത് കണ്ണേട്ടന് ചെറിയ വയറിനൊരു സുഖമില്ല, പെട്ടെന്ന് ഈ വഴിക്ക് പോയപ്പം പിന്നെ ഇവിടെ കയറാമെന്ന് ഓർത്തു എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ആകെ ചമ്മി നിൽക്കുവാണ്. ഭദ്രൻ പറയാ, ലൂസ് മോഷൻ ആണെങ്കിൽ കറക്റ്റാണ്, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, കയറി തെറ്റില്ല. കഴിയുമ്പോഴേക്കും അവരവിടുന്ന് പോയി കഴിയുമ്പോൾ ഭദ്രൻ ഇങ്ങനെ ചിന്തിക്കുക, എന്തോ ഒരു വശപ്പശകുണ്ട്, എന്തായാലും രാധികാമേനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പുറത്ത് രാധികാമേനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് ഗീതവും ഗോവിന്ദവും ഈ വീട്ടിൽ വന്നായിരുന്നു, വീട് ഫുൾ അലമ്പാക്കി ഇട്ടേക്കുക, എല്ലാ മുറിയിലും കയറി ഇറങ്ങിയ ലക്ഷണമുണ്ട്, എനിക്ക് തോന്നുന്നേ അനാർക്കലിക്കെതിരെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് വന്നതെന്നാണ് തോന്നുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രാധികാമ ആദ്യം ഒന്ന് ഞെട്ടുവാണ്. എന്നിട്ട് പറയുവാണ്, അല്ല അവരെന്തിനാണ് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം അത് ചോദിച്ചു, ഗോവിന്ദനെന്തോ വയറിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ വന്നേ, വാഷ്റൂമിൽ കയറാനെന്നുള്ള രീതി പറയുമ്പോഴേക്കും രാധികാമ ചിന്തിക്കും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയാം, അത് ചിലപ്പോൾ ശരിയായിരിക്കും, കണ്ണൻ ഇന്നലെ വയറിന് സുഖമില്ലായിരുന്നു, ഞാൻ ആ മരുന്നൊക്കെ കൊടുത്തേ എന്ന് പറയുമോ. അപ്പോഴേക്കും ഭദ്രൻ പറയുന്നുണ്ട്, എന്തായാലും രാധികാമയോട് പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സമാധാനം, ഞാനതുകൊണ്ട് വിളിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. എന്നിട്ട് രാധികാമ ഇങ്ങനെ ചിന്തിക്കുക, എങ്കിലും 2 വണ്ടിക്ക് പോയാൽ എങ്ങനെ ഒറ്റ വണ്ടിക്ക് അവിടെ ചെന്നു, എന്തൊക്കെയോ സംശയങ്ങളും ഇങ്ങനെ രാധികാമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഗീതുവും ഗോവിന്ദും താഴെ മാറി നിന്ന് സംസാരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗീതു ഗോവിന്ദനോട് പറയുന്നുണ്ട്, നമുക്കെന്തായാലും ഈ ജന്മത്ത് ഒന്നിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നെങ്കിൽ നിങ്ങളുടെ അനിയത്തി അല്ലെങ്കിൽ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അമ്മ, ആരെങ്കിലും ഒരാൾ അത് തകർത്തോളും എന്ന് പറയുവാണ്. അപ്പം ഗോവിന്ദ് പറയാം, പണ്ട് ഞാൻ താമസിച്ച വീടിൻ്റെ അടുത്ത് ഒരച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, പ്രായമായപ്പം മക്കൾ തമ്മിൽ അടി കൂടിയപ്പം ഒരാൾ അച്ഛനെ കൊണ്ടുപോയി, മറ്റേ ആൾ അമ്മയെ കൊണ്ടുപോയി, അവസാനം അവർ കണ്ടുമുട്ടാൻ വേണ്ടി ഒരു മാർഗം കാത്തിരുന്നതെന്ന് പറഞ്ഞാൽ എന്ന് രാവിലെ ക്ഷേത്രത്തിൽ വരും, അങ്ങനെ അവർ പരസ്പരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, നമുക്ക് മിക്കവാറും ഇതൊക്കെ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്, പിന്നെ നമുക്ക് മക്കളില്ലാത്തതുകൊണ്ട് നമ്മളെ അങ്ങനെ അടിച്ചു പിടിക്കും ഓർക്കണ്ട, പ്രിയയുടെയും വരുണിൻ്റെയും ബാക്കി ഉള്ളവരുടെയൊക്കെ മക്കളായിരിക്കും നമ്മളെ അടിച്ചു പിടിക്കുന്നതെന്ന് പറയുവാണ്. ആ സമയത്ത് കാഞ്ചന വിളിച്ച് രാധികാമേനെ കൊണ്ടുവന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, നോക്ക് മാമി അറിയാണ്ട് ഇവരിവിടെ നിന്ന് സംസാരിക്കുവാന്ന് പറയുവാണ്. അതേസമയം പ്രിയ താഴെ സെറ്റിയിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുവാണ്. അപ്പോഴേക്ക് രാധികാമ പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരുന്നോ, ഗോവിന്ദും ഗീതു 1 മണിക്കൂറായിട്ട് മാറി നിന്ന് സല്ലപിക്കുക എന്ന് പറയുവാണ്. അപ്പോഴേക്കും പ്രിയ പറയുന്നത്, 1 മണിക്കൂറല്ല 1.5 മണിക്കൂറായിട്ട്, അവരുടെ ഉള്ളിൽ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് അകന്നിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ അമ്മ കേട്ടില്ലായിരുന്നു, ആ സ്നേഹമുള്ളതുകൊണ്ട് അവരിപ്പോൾ സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിച്ച് അവരൊരു ധാരണയിലെത്തട്ടെ, അമ്മയ്ക്ക് ഒളിഞ്ഞോട്ടം നിർത്താറായില്ലേ എന്നിങ്ങനെ പ്രിയ തിരിച്ചു ചോദിക്കുവാണ്. എല്ലാം കേട്ട് പ്ലാനെല്ലാം ഫ്ലോപ്പായ ദേഷ്യത്തിൽ രാധികാമ കലി തുള്ളി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് കാഞ്ചനയോട് പറയുക, നീ ഒരു കാര്യം ചെന്ന് അവരെന്താ പറയുന്നതെന്ന് നോക്ക്, കേട്ടിട്ട് എന്നോട് പറഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് തെളിവ് വേണം, നീ അത് നിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന പറയാണ്, മാമി പറഞ്ഞാൽ ഞാനത് ചെയ്യുമല്ലോ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ഗീതുവും ഗോവിന്ദും സംസാരിക്കുന്ന അവിടെ മാറിപ്പോയി നിന്ന് അവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, പിന്നെ നമ്മൾ കുഴിയിലോട്ട് എടുക്കാറായാലും മുക്കി പല്ല് മുളച്ചാലും നിങ്ങളുടെ രാധികാമേ ഉണ്ടായിരിക്കുമല്ലോ ഒന്ന് ചേരാൻ സമ്മതിക്കാണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നാളെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി എല്ലാം സെറ്റാക്കാം, എന്തായാലും നാളെ ഫസ്റ്റ് നൈറ്റ് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ കാഞ്ചനയ്ക്ക് ശരിക്കും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, പിന്നെ വേറൊരു മാരണമുണ്ടല്ലോ കാഞ്ചന എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, അവളെ ഇവിടുന്ന് കെട്ടിക്കാം
എന്ന് പറയുമ്പം നമ്മുടെ കാഞ്ചന കേൾക്കുന്ന കാഞ്ചനെ കെട്ടിക്കാം എന്നാ കേട്ടോ. എന്നെ കെട്ടിച്ചു വിടാനുള്ള കാര്യമാണ് ഇവർ പറയുന്നത് എന്ന് പറയുമ്പോൾ ഗീതു പറയും കെട്ടിക്കുമല്ല വേണ്ടേ, എൻ്റെ അമ്മ വരുമ്പോൾ അവിടേക്ക് നോക്കാൻ വിടാം, അല്ലെങ്കിൽ ഞാനിവിടെ ഇടിമുറിയിലിട്ട് ഇടിക്കാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും കാഞ്ചന പറയുവാണ് എന്നെ പുറത്താക്കാനുള്ള പരിപാടിയാണ് അല്ലേ. അത് കഴിയുമ്പം ഗീതുവും ഗോവിന്ദും എന്തോ ഒരു പ്ലാൻ പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് കേൾപ്പിക്കുന്നില്ല. അതെല്ലാം നമ്മുടെ കാഞ്ചന മാറി നിന്ന് ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ. ഷൂട്ട് ചെയ്തിട്ട് ഇതെല്ലാം മാമീനെ കാണിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഷൂട്ട് ചെയ്യുവാണ്. അപ്പം ഗീതവും ഗോവിന്ദും ഒന്നിക്കാൻ വേണ്ടി എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും ഗോവിന്ദ് തിരിച്ച് മുറി വരുവാണ് കേട്ടോ. മുറി വരുമ്പോഴേക്കും അയ്യപ്പേട്ടൻ വന്നിട്ട് പറയുകയാണ് പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും ഒന്നിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ്. ഞാൻ പോയി രാധികാമ്മയോട് 2 എണ്ണം പറയട്ടെ, ഇത് രാധികാമ്മയുടെ കുതന്ത്രം തന്നെയാണെന്ന് പറയുമ്പം ഗോവിന്ദ് ഒന്നും മിണ്ടാണ്ടിരിക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ മാധവൻ സാറിൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കുകയില്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുക ഗീതുവിനും ഇപ്പോൾ കുഴപ്പമില്ല, അവളും തയ്യാറാ, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം, എല്ലാം ശരിയാവും എന്നൊക്കെ അയ്യപ്പേട്ടനോട് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദനോട് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ നേരെ വഴിക്ക് കാശിക്കോ അവലും പോവും, അല്ലെങ്കിൽ രാധികാമ്മ എന്നെ പുറത്താക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതിനിപ്പോൾ രാധികാമ്മയെക്കാളും പ്രശ്നം പ്രിയമോളാന്ന് പറയുമ്പം അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, പ്രിയമോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പ്രിയമോളാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ പൊന്നെ നിങ്ങൾ ഒന്നും പറയരുത്, നിങ്ങൾ പണ്ട് ഗീതുവിനോടൊന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അവളുടെ മുമ്പിൽ ഒരു ഡ്രഗ് അഡിക്റ്റായി, ഇനി പ്രിയോട് പറഞ്ഞു കഴിയുമ്പം ഞാൻ വല്ല അണ്ടർവേൾഡ് ഡോൺ ആയിട്ട് മാറും എന്ന് പറയുക, ഞാനത് സെറ്റാക്കിക്കോളാം, ഗീതു ഞാനും കൂടെ അതിനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് പോയി കിടക്കുന്ന അയ്യപ്പേട്ടനോട് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അയ്യപ്പേട്ടൻ അങ്ങ് പോയി കഴിയുമ്പം ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ എന്തായാലും താമസിക്കാതെ ഫസ്റ്റ് നൈറ്റ് നടക്കും ഗീതുവിൻ്റെ കൂടെ. അപ്പോൾ ആ ഫസ്റ്റ് നൈറ്റിനെ പറ്റി ഞാൻ സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞു ഗോവിന്ദ് ഇങ്ങനെ ഫസ്റ്റ് നൈറ്റിനെ പറ്റി ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ പറ്റി ഓർത്ത് കിടക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.